ഹലോ, നമസ്കാരം. നമ്മളുടെ ഇപ്പോഴത്തെ താപനില എന്ന് പറഞ്ഞാൽ ഒരു 30-നും 35-നും ഇടയിലാണ്. സൈക്കിള് ചവിട്ടുന്നവർക്ക് ഏറ്റവും ഭീഷണിയുള്ളൊരു ടൈമാണിത്. എന്താണെന്ന് വെച്ചാൽ വളരെയധികം ടെമ്പറേച്ചറാണ്. നമുക്കൊരിക്കലും ചവിട്ടി പോകാനും പറ്റാത്ത ഒരു കണ്ടീഷനാണിപ്പോൾ. അപ്പോഴേക്ക് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സൈക്കിളുകാരൻ ഉച്ചയ്ക്ക് ഒരു 12 മണി 12:30 ആയിട്ടുണ്ട് സൈക്കിളിൽ പോകുന്നു. അപ്പോൾ അത് ആരാണെന്നൊന്ന് നോക്കാനായിട്ട് ഞങ്ങൾ ചെന്ന് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ലാലൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വെസ്റ്റൈൽ ജീനിയസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പല കാര്യങ്ങളിലും പുള്ളി വിദഗ്ധനാണ്. അപ്പോൾ ഞങ്ങൾ ലാലൻ ചേട്ടൻ ഒന്ന് നിർത്താൻ പറഞ്ഞു. ലാലൻ ചേട്ടൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ലാലൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടുമിക്ക പേർക്കും അറിയാൻ പറ്റും. ലാലൻ ചേട്ടൻ ലാൽ എഴുത്തുപുര എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി മുൻ പഞ്ചായത്ത് മെമ്പറാണ്. പിന്നെ ദല എന്ന് പറയുന്ന ഒരു ഗൾഫിലുള്ള ഒരു സമിതിയുടെ കാവ്യ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിന് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ചേട്ടൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ പറഞ്ഞുതരാം. ഈ സൈക്കിള് പുള്ളി ഉപയോഗിക്കുന്ന സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-25 വർഷം പഴക്കമുള്ള സൈക്കിളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ സൈക്കിളിൽ എന്താണ് പോകുന്നത് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ബൈക്കൊക്കെ എടുത്തില്ലേ? അപ്പോൾ ലാലൻ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കമ്മ്യൂണിക്കേഷൻ, അതായത് സാധാരണക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാനായിട്ട് എളുപ്പമാണ് സൈക്കിളിലാണെങ്കിൽ. ബൈക്കിലാകുമ്പോഴത്തേക്ക് കാണുന്നതല്ല ഒരു സൈക്കിളിൽ പോകുമ്പോൾ കാണുന്നതെന്നാണ് ലാലൻ ചേട്ടൻ പറയുന്നത്. ലാലൻ ചേട്ടൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെയൊക്കെ നമ്പറൊക്കെ എഴുതാൻ, ഓട്ടോറിക്ഷയുടെ നമ്പർ എഴുതാൻ. അപ്പോൾ ഞാൻ ലാലൻ ചേട്ടൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയി ഒരു സ്പോട്ടിൽ ചെന്നു. അവിടെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. വളരെ സൈക്കിളിനെ പറ്റി പറയാനായിട്ട് പുള്ളിക്ക് 100 നാവാണുള്ളത്. പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സൈക്കിള് പുള്ളിയുടെ ആരോഗ്യത്തിനും ഇതിനുമൊക്കെ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സൈക്കിൾ ചവിട്ടണം. പുള്ളി മെമ്പറായിരുന്നപ്പോഴത്തേക്ക് എല്ലാ പുള്ളിയുടെ വാർഡിലെല്ലാം പോയിക്കൊണ്ടിരുന്നത് ഈ സൈക്കിളിൽ തന്നെയാണ്. അദ്ദേഹം സൈക്കിളിനെ സാധാരണക്കാരൻ്റെ വാഹനം ആയിട്ടാണ് ഇപ്പോഴും ആൾക്കാർ കരുതുന്നതെന്ന് പറയുന്നുണ്ട്. സൈക്കിൾ ചവിട്ടുന്നതുകൊണ്ട് വളരെയധികം ഗുണങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സാധാരണക്കാരുമായിട്ട് ഒത്തിരി കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് പുള്ളിക്ക് ഈ സൈക്കിളാണ് പുള്ളിയെ ഉപകരിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ സൈക്കിള് വളരെയധികം നല്ലൊരു സൈക്കിളാണ്. അദ്ദേഹം അതിൻ്റെ